നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അതായത് ഒരു റീയൂണിയൻ പോസിബിൾ ആണോ എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ നിങ്ങൾക്കിനി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ ഇല്ലയോ നമുക്ക് നോക്കാം. നമുക്കിവിടെ 9 of Wands എനർജിയാണ് ആദ്യം കിട്ടുന്നത്. അതായത് ഒരുപാട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ സാക്രിഫൈസ് ചെയ്ത ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം വിട്ട് പുറത്തോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എത്രയൊക്കെ ഇവരെ നിങ്ങൾക്ക് മറക്കണമെന്ന് മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചാലും അതിന് കഴിയാത്ത ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വളരെയധികം വേദനിച്ച് മാനസികമായി വളരെയധികം നിങ്ങൾ ടയേർഡാണെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം വേദനിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്താണ് യൂണിവേഴ്സിന് ഈ സമയത്ത് പറയാനായിട്ടുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ കിട്ടുന്നത് 3 of Wands എനർജിയാണ്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു കൂടിക്കാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു സ്ഥിരതയില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് താൽക്കാലികമായ ഒരു ആകർഷണത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരികയും അതുപോലെ തന്നെ വീണ്ടും മടങ്ങി പോവുകയും ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വീണ്ടും പെയിൻ തരിക വീണ്ടും പോവുക എന്നതാണ് ഈ ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി ഒരു സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്താണ്. നമുക്കിവിടെ ഡെത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ ആവശ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം മാനസികമായിട്ട് വളരെയധികം ദുഃഖത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് വേദനയിലൂടെ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി മാറുക എന്നുള്ളതാണ്. അതായത് വീണ്ടും ഇവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും ഇവരെ നിങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അതേ സെയിം പെയിൻ തന്നെ നിങ്ങൾക്ക് തന്നതിന് ശേഷം വീണ്ടും ഇവർ മടങ്ങും എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി നിങ്ങൾ തന്നെ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുക എന്നാണ് ഈ ഒരു ഡെത്ത് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുമായിട്ട് റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്താണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയാനായിട്ടുള്ളത് നമുക്ക് നോക്കാം. 2 of Pentacles എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾ ഓർക്കുന്ന വ്യക്തിക്ക് രണ്ട് കാര്യങ്ങൾ ആ ഒരു വ്യക്ി നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ 2 വ്യക്തികൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരു വ്യക്തി നിങ്ങളായിട്ടും അതുപോലെ തന്നെ മറ്റെന്തോ ഒരു കാര്യം കൂടി ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം. നമുക്ക് നോക്കാം നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരുമോ. നമുക്കിവിടെ 6 of Wands കിട്ടിയിട്ടുണ്ട്. ഇത് എസ് ആണ് കാണിക്കുന്നത്. ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് വളരെ സമയം അതിനില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ഈ ഒരു അടുത്ത സമയത്തായിട്ട് നടന്നൊരു എനർജി കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് അവർ വരുന്ന ഒരു എനർജി കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് അവരുടെ വിജയം നിങ്ങളെ അറിയിക്കണം ആ ഒരു രീതിയിൽ അവർ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു ജെന്യുവൻ ലവ് ഒന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് നോക്കാം. ഹാങ്ഡ് മാൻ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങളോടാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ ഒരേ കാര്യം തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കുവാനായിട്ട് പഠിക്കുക എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതായത് ഒരേ കാര്യം ചിന്തിച്ച് വെറുതെ ഇരുന്ന് നിങ്ങളുടെ നല്ല സമയം നിങ്ങൾ പാഴാക്കി കളയരുത് എന്നാണ് ആ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുമായിട്ട് റീയൂണിയൻ പോസിബിൾ ആണോ.
നൈറ്റ് ഓഫ് വൺസിന്റെ എനർജിയാണ് കിട്ടുന്നത്. ഇവിടെ എസ് ആണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ പോസിബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഉടൻ തന്നെ കാണുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലോട്ട് വരുന്നത് ഒരിക്കലും ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ടല്ല, അവർക്കൊരു അട്രാക്ഷൻ തോന്നി, അതായത് അവരുടേതായ ചില കാര്യങ്ങൾക്കായിട്ട് അവർ വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ ഒരു വ്യക്തി ഇനി വന്നാലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ പെട്ടെന്നല്ല ആ ഒരു വ്യക്തിയെ സ്വീകരിക്കാത്തതാണ് ഏറ്റവും ഉചിതമായിട്ട് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ എനർജി സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി വീണ്ടും വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മനസ്സിൽ എനിക്ക് ഈ ഒരു വ്യക്തിയെ വേണ്ട എന്നുള്ള രീതിയിൽ പറയുമെങ്കിലും ആള് വരുമ്പോൾ നിങ്ങളുടെ ചിന്ത വീണ്ടും പഴയ രീതിയിൽ തന്നെ ആകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പെയിൻ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് മുന്നോട്ട് പോവുക, ചിന്തിച്ച് ബുദ്ധിപരമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.